നക്ഷത്രവേദിയുടെ ജ്യോതിഷ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ ഗ്രഹനിലയിലെ ദശാകാലങ്ങളിലെ ശുഭത്വം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രം, ദശാനാഥൻ ബുധനാണ്, രാശിനാഥൻ ചൊവ്വ. ജനിച്ചത് ബുധദശയിലാണ്. ബുധദശ എന്ന് പറയുന്നത് 17 വർഷമാണ്. ജനനശിഷ്ടം 8 വയസ്സ് വരെ ബുധദശയെന്ന് കണക്കാക്കാം. അതിനുശേഷം 15 വയസ്സ് വരെ കേതുദശ. ഈ ഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്നത് കർക്കിടകത്തിലാണ്. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. കേതു നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് കേതുദശയിൽ വ്യാഴത്തിൻ്റെ ഫലമായിരിക്കും ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് 35 വയസ്സ് വരെ ശുക്രദശ. ശുക്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്. തുലാം ശുക്രൻ്റെ സ്വക്ഷേത്രമാണ്. 15 മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടം കരിയറും വിവാഹവും എല്ലാം തീരുമാനിക്കുന്ന കാലഘട്ടമാണ്. ഇഷ്ടവിവാഹമായിരിക്കും ശുക്രൻ കൊടുക്കുന്നത്. തൻ്റെ ക്ഷേത്രമായ തുലാത്തിലും ഇടവത്തിലും ശനി ബന്ധം വരുന്നത് കൊണ്ട് തന്നെ യോജിച്ച പങ്കാളിയായിരിക്കില്ല ലഭിക്കുന്നത്. 41 വയസ്സ് വരെ രവിദശയാണ്, സൂര്യദശയാണ്. സൂര്യന് ശനി ബന്ധം വരുന്നത് കൊണ്ട് തന്നെ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർക്ക് ചെറിയ രീതിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. 41 മുതൽ 51 വയസ്സ് വരെ ചന്ദ്രദശ. നീചത്തിലാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നീചഭംഗം സംഭവിച്ചു. ചന്ദ്രദശയും നല്ലതായിരിക്കും. 58 വയസ്സ് വരെ ചൊവ്വാദശ. ബന്ധം വരുന്നത് കൊണ്ട് ചൊവ്വാദശയും നല്ലതായിരിക്കും. ആയിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത്. ശേഷം 76 വയസ്സ് വരെ രാഹുർദശ. കന്നിയിലെ രാഹുറാണ്. ചന്ദ്രബന്ധമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. 76 വയസ്സിന് ശേഷം ഗുരുദശ. കർക്കിടകത്തിലെ വ്യാഴമാണ്, നല്ലതാണ്. കർക്കിടകത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഉച്ച വ്യാഴനാണ്. ഈ ഗ്രഹനിലയിൽ എല്ലാ ദശാകാലവും വളരെ നല്ലതാണ്.